ഇക്കൊല്ലത്തെ ഒട്ടുമിക്ക എല്ലാ പൂരങ്ങളും, അതായത് നമ്മുടെ അടുത്തുള്ള പരിസരത്തുള്ള എല്ലാ പൂരങ്ങളും ഞങ്ങൾ നടന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ വണ്ടി ഇറക്കിയല്ലോ, അപ്പോൾ ഞങ്ങളുടെ സർക്കിട്ട് മൊത്തം അതിലാട്ടോ. അതിപ്പോൾ പള്ളിപ്പെരുന്നാളായാലും ശരി, നേർച്ചയായാലും ശരി, നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിട്ടാ. അപ്പോൾ ശനിയാഴ്ച നമ്മുടെ കണ്ടറുമ്പുങ്കാവിലെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതും മുടക്കില്ല, ഞങ്ങൾ നേരെ വൈകുന്നേരം എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. പാപ്പനില്ലായിരുന്നു, പാപ്പ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് വേറെ വണ്ടി വിളിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോയി. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ അമ്പൂസിന് തെറ്റിൽ മുഖ്യാട്ടാ. അപ്പോൾ ആ തെറ്റി നിൽക്കണ മോന്തയാണ് നിങ്ങളിപ്പോൾ ആ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കമ്മലിൻ്റെ സെക്ഷനിലേക്ക് പോയി. സാധാരണ ഞാനങ്ങനെ കമ്മലിട്ടുന്ന ആളൊന്നുമല്ല കേട്ടാ. ഇട്ടാലിട്ട് എനിക്ക് അങ്ങനെ ഇടണം വലിയ ക്രേസുള്ള ആ ആളുമല്ല. കമ്മലിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ആ ഒരു ടൈപ്പ് ആളാണേ. ആനപ്പിണ്ടത്തിൽ ചവിട്ടിയാൽ മുടി വളരുമോ കുഞ്ഞേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, അത് അറിയാതെ ചവിട്ടണമെന്ന്. എന്നാൽ ഞാൻ പോയി ഒന്ന് അറിയാതെ ചവിട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ പോക്കട്ടെ നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ എന്തോ ഒരു പമ്പരമുട്ടായി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്യമ്മനെയും കൂട്ടി വാങ്ങിച്ചു കൊടുക്കുന്ന സാധനമായിട്ടത്. അങ്ങനെ കുറേ അതും പിടിച്ച് തിരിപ്പിടിച്ചപ്പോൾ അത് പൊട്ടിപ്പോയിട്ടാ. അയ്യോ പൊട്ടിപ്പോയല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ കടലൊക്കെ വാങ്ങിച്ച് കുറച്ചിങ്ങാണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കടലൊക്കെ വാങ്ങിച്ച് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. എല്ലാവരും ഈ അന്തം വിട്ട് കുന്തത്തിനെ പോലെ നോക്കിയിരിക്കണത് വേറെ ഒന്നുമല്ല കേട്ടാ, ഈ ഒരു സാധനമാണ്. ഇതിൽ കയറണോ എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി 2 പേര് കിടന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കള 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 എന്ന് പറയണ കേട്ടാ. നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫോൺ പേയും GPay ഒന്നും വർക്ക് ചെയ്യണില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കയറാൻ വേണ്ടി ഞങ്ങൾക്ക് യാതൊരു വഴിയില്ലാതിരിക്കുമ്പോഴാണ് ചെറിയേട്ടൻ വന്നത്. എനിക്ക് ആ സാധനം തീരാൻ പറ്റില്ല കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഉയരത്തിൽ കയറി ഇങ്ങനെ ആടിയുണ്ടെങ്കിൽ തലകറക്കവും വൊമിറ്റിംഗ് ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ കയറിയില്ല. മേമേ മക്കളും ചേച്ചി എല്ലാവരും കൂടിയാണ് കയറിയത്. നമ്മുടെ ടീം അതാ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കയറി ഒന്ന് 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വന്നപ്പോഴാണ് എൻ്റെ അമ്പൂസിനും ലച്ചൂസിനും സമാധാനമായത്. ഇരിക്കുന്നുണ്ട് നമ്മളെ 4 പേരും കൂടി. സംഭവം കണ്ടു നിൽക്കാൻ രസമാണെങ്കിൽ എനിക്ക് വല്ലാണ്ട് നമ്മൾ നോക്കിക്കാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന്. അപ്പോൾ ഒരു കുട്ടി അവിടെ മൈലാഞ്ചൊക്കെ ഇടുന്നുണ്ടായിരുന്നേ. അങ്ങനെ അത് കുറച്ച് നേരം തൊള്ള പൊളിച്ച് നോക്കിയിരുന്നതിൻ്റെ ശേഷം ഇപ്പുറത്തിരിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ട് കരിമ്പും ജ്യൂസ്. അങ്ങനെ ഈ ഒരു സാധനം കുടിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയിട്ടാണ്. ഞാൻ കുടിച്ചില്ല, ബാക്കി എല്ലാവരും കുടിച്ച്. എനിക്ക് ആ സാധനത്തിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് വെടിക്കെട്ട് തുടങ്ങിയത്. അങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്ന്. അപ്പോഴേക്കും നമ്മുടെ പാപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡ്രസ്സിങ് കുടിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലവ് യു, ബൈ.